ഇന്ത്യ പാക് തർക്കത്തിൽ നേരിട്ടിടപെടില്ല എന്ന് ചൈന അറിയിക്കുന്നു. ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം. സാഹചര്യം തണുപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും സ്വാഗതം ചെയ്യുമെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് ഗുവോ ജിയാകുൻ വ്യക്തമാക്കി. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇന്നലെ പാക് വിദേശകാര്യമന്ത്രിയും ചൈനീസ് വിദേശകാര്യ മന്ത്രിയും തമ്മിലൊരു ടെലിഫോണിലൊരു ഒരു സംഭാഷണം നടന്നിരുന്നു. അതിൽ പാകിസ്ഥാനെ പിന്തുണ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള പ്രതികരണം ചൈനയുടെ ഭാഗത്തു നിന്ന് വന്നു. പാകിസ്ഥാന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ചൈന എപ്പോഴും ഉണ്ടാകും എന്ന പ്രതികരണമാണ് ഇന്നലെ വന്നത്. ഇപ്പോൾ ചൈന ഒടുവിലായി ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നത് എന്താണ്? റിജിത്ത്, ഇന്നലെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് ചൈന ഒരല്പം മയപ്പെട്ടിട്ടുണ്ട്, ഒരല്പം പുറകോട്ട് പോയിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ അവരുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ ചൈനീസ് വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയും ടെലിഫോണിൽ നടത്തിയ സംഭാഷണത്തിൽ ചൈന എല്ലാ പിന്തുണയും പാകിസ്ഥാന് ഉറപ്പു നൽകുകയും പാകിസ്ഥാന്റെ പരമാധികാരവും സുരക്ഷയും ഒക്കെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഒത്ത പങ്കാളിയായി ഒപ്പം ഉണ്ടാകുമെന്നതാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ വക്താവാണ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. അതിൽ ഈ അന്വേഷണവുമൊക്കെ ബന്ധപ്പെട്ട് പഹൽഗാമിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യത്തെക്കുറിച്ചൊക്കെ എന്താണ് ചൈനയുടെ പുതിയ നിലപാട് എന്ന ചോദ്യം ഉയർന്നു. അതിനോടാണ് ഈ തരത്തിലൊരു മറുപടി ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിലവിൽ ഈ തർക്കം ഇരു രാജ്യങ്ങൾക്കുമിടയിലാണ്. അത് പരിഹരിക്കാനുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളുമാണ് നടത്തേണ്ടത്. അത്തരം ചർച്ചകൾ നടത്തി ഇപ്പോഴുള്ള സംഘർഷ സാധ്യതയിൽ നിന്ന് പുറകോട്ട് പോകാൻ ഇരു രാജ്യങ്ങളും ഒരേപോലെ വിചാരിച്ച് അതിനുവേണ്ടി ശ്രമിച്ച് ആ ഒരു രീതിയിൽ ഒരു ഡീ എസ്കലേഷൻ, ഈ ഒരു സമ്മർദ്ദഘട്ടം കുറച്ച് കൊണ്ടുവരണം എന്നതാണ് ചൈനയുടെ നിലപാട്. നേരിട്ട് ഈ പ്രശ്നത്തിലേക്ക് ഇടപെടാൻ താല്പര്യമില്ല എന്ന മട്ടിൽ തന്നെയാണ് ചൈന ഇന്നിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്നലെ പിന്തുണ അറിയിക്കുമ്പോഴും ഇന്ന് ചൈനയുടെ നിലപാട് ഒരല്പം മയപ്പെട്ടിട്ടുണ്ട്. നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാതെ പാകിസ്ഥാൻ തന്നെ പരിഹരിക്കട്ടെ എന്ന മട്ടിലേക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ അമേരിക്കയും ഏതാണ്ട് ഇതേ ഒരു നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചതും. റിജിത്ത്, ശരി. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ത്യ പാക് പ്രശ്നത്തിൽ, നിലവിലെ പ്രശ്നത്തിൽ നേരിട്ടിടപെടില്ല എന്നാണ് ചൈന വ്യക്തമാക്കുന്നത്. സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ചൈനയുടെ വക്താവിന്റെ പ്രതികരണം.